നടിമാരെ ട്രാപ്പിലാക്കിയെന്ന പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ. സ്റ്റേജ് ഷോയുടെ മറവിൽ ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ട്. നടിമാരെ ഉപയോഗിക്കുന്നത് നിർമ്മാതാക്കളെ വശത്താക്കാനാണെന്നും പൾസർ സുനി റിപ്പോർട്ടറിനോട് പറഞ്ഞു. പുറത്ത് വെച്ച് ഓട്ടാ എന്ന് പറയുമ്പോൾ പുള്ളിയിൽ നേരെ പുറത്തേക്ക് അങ്ങോട്ട് പോകും. ഇവിടെ പുള്ളി ആവശ്യപ്പെട്ട സാധനം അവിടെ സ്റ്റേജ് ഷോ കാര്യങ്ങളെന്ന് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു രീതിയിൽ പക്ഷേ ഞാൻ ചെറുതായിട്ടാണ് പറയുന്നത്. പക്ഷേ ബാക്കിയൊക്കെ ഒന്ന് ചിന്തിച്ച് വിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പ്രൊഡ്യൂസർ നായകൻ്റെ ഒരു ആവശ്യപ്പെടാൻ അല്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം. ഋഷിപാൽ വിവരങ്ങളുമായി. ഋഷിപാൽ, പൾസർ സുനി പറഞ്ഞതിൽ കുറച്ച് വ്യക്തത കുറവുണ്ട്. ഈ തരത്തിൽ നടിമാരെ ട്രാപ്പിലാക്കുന്ന ഒരു പ്രവണത മലയാള സിനിമാ മേഖലയിൽ ഉണ്ട് എന്നാണോ ഇയാൾ പറഞ്ഞതോ ഇയാൾക്കിതിൽ പങ്കുണ്ട് എന്നാണോ? സ്മൃതി, 2018 സമാനമായി തന്നെ ഒരു കത്ത്, ആദ്യ കത്തിന് ശേഷം ഒരു രണ്ടാമത്തെ കത്ത്, അത് പൾസർ സുനി സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയ കത്താണ്. ആ കത്തിൻ്റെ പകർപ്പ് പൾസർ സുനിക്ക് കാണിച്ചപ്പോൾ അത് കൈയക്ഷരം തൻ്റേത് തന്നെയാണെന്ന് പറയുകയും ചെയ്തു. ആ കത്തിലാണ് വ്യാപകമായി വിദേശത്തേക്ക് ഇത്തരം ഷോകളുടെ താര ഷോകളുടെ മറവിൽ വനിതാ സിനിമാ പ്രവർത്തകരെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് അവരെ ലൈംഗികമായി ദുരുപയോഗിക്കുന്നു എന്ന എഴുത്തുണ്ടായിരുന്നു. അത് ഒക്കെ തനിക്കറിയാമെന്ന് അതൊക്കെ പുറത്തു പറയും. അത് പുറത്ത് പറഞ്ഞാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി ആ കത്തിലുണ്ടായിരുന്നു. ആ കത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനമായും ഉള്ള ഒരു മുന്നറിയിപ്പ് അതായിരുന്നു. ആ കാര്യമാണ് സ്ഥിരീകരിക്കുന്നത്. ആ കാര്യം കൃത്യമായി പറയുന്നു. ഇപ്പോഴും അത് നടക്കുന്നു എന്ന സൂചന. ഏറെക്കാലം മുമ്പ്, ഇത് 2017 വരെയാണ് സിനിമാ മേഖലയിൽ ഇങ്ങനെ ക്രൂരമായ രീതിയിലുള്ള ചൂഷണങ്ങൾ നടന്നത്. അങ്ങനെ സിനിമാ താരങ്ങളെ പ്രൊഡ്യൂസർമാർ വിദേശത്തേക്ക് കൊണ്ടുപോയി ചൂഷണം ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്, ആ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്ന ആ വീഡിയോയിലുള്ളത്. അത് നേരത്തെ കത്തിൽ അതിൻ്റെ ചില സൂചനകളുണ്ടായിരുന്നു. ഒന്നുകൂടി വിശദീകരിക്കുകയാണ് പൾസർ സുനി ചെയ്തത്. അങ്ങനെ നടിമാരെ എത്തിക്കുന്ന ചില സംഘങ്ങൾ തന്നെയുണ്ട്, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കൊടുക്കുന്നതായി. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇതിൽ പറഞ്ഞ 5 പേരെ സമാനമായ രീതിയിൽ ഈ നടിയെ ആക്രമിച്ചതിന് സമാനമായ രീതിയിൽ പീഡനത്തിനിരയാക്കുകയും ആ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തു എന്ന കാര്യം. അത് പൾസർ സുനി സമ്മതിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സിനിമാക്കാർക്ക് അറിയാമെന്ന് പറയുന്നു. സമാനമായ രീതിയിൽ ചതിയിൽപ്പെട്ട പലരുമുണ്ട് സിനിമാ മേഖലയിൽ. ആ കാര്യം കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതിലൊക്കെ ഇനിയും ഒട്ടേറെ കണ്ടെത്തലുകൾ, അതിലൊക്കെ പോലീസിനാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനയിലൂടെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. വലിയ രീതിയിൽ സിനിമാ മേഖലയിൽ അധോലോകത്തിന് സമാനമായ മാഫിയ പ്രവർത്തനങ്ങൾ നടന്നു എന്നതിൻ്റെ തെളിവായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. സ്മൃതി, ശരി, നടിമാരെ ട്രാപ്പിലാക്കി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മാതാക്കളെ വശത്താക്കാനാണ് ഇന്നും ഇക്കാര്യം പൾസർ സുനി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, താൻ എഴുതിയ കത്ത്, തൻ്റെ കൈയക്ഷരം, അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൾസർ സുനി ഇപ്പോൾ വിശദീകരിക്കുകയാണ്. ജയിലിനകത്ത് തനിക്ക് വധശ്രമം ഉണ്ടായെന്ന വെളിപ്പെടുത്തലും പൾസർ സുനി നടത്തി. അതുകൊണ്ടാണ് ദിലീപിന് കത്തയക്കാൻ നിർബന്ധിതനായത്. കത്തയച്ച ശേഷം ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും പൾസർ സുനി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒളിവിൽ കഴിയുമ്പോൾ, കത്തുള്ള കാര്യം ഞാൻ പറയാണ്, ഒളിവിൽ കഴിയുമ്പോൾ സുനിലിനെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. ബാബു സാറ്, ഈ ബാബു സാറ് മാർട്ടിനോട് മഞ്ജുവിനെയും ഞാനതല്ല ഒറ്റ സംശയമില്ല, നിങ്ങൾ കൊലപ്പെടുത്താൻ അന്നേ ശ്രമം നടന്നിട്ടുണ്ടോ? എനിക്ക് ജയിലിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജയിലിനകത്ത് വെച്ച് ഇവര് നോക്കുമ്പോ എന്നെ കൂട്ടാൻ ഒന്നും കിട്ടണല്ലോ, എന്നെ എന്തെങ്കിലും രീതിയിൽ കിട്ടണമല്ലോ. നമ്മള് ഉദ്യോഗസ്ഥരടുത്ത് അന്ന് ഈ കയറുമ്പോൾ നമ്മള് ഭയങ്കര മത്സരത്വവും കാര്യങ്ങളോ. മത്സരത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകൂലമായിട്ട് എന്ത് കണ്ടാലും അപ്പം നമ്മൾ പ്രതികരിക്കും. ജയിലിൽ അങ്ങനെ പ്രതികരിക്കുന്നവർക്ക് ജയിലുകാരും സപ്പോർട്ട് ചെയ്യില്ല. തൃശ്ശൂർ വെച്ചിട്ട് അങ്ങനെ സംഭവം ഉണ്ടായി. പക്ഷേ ഇതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമുണ്ട്. നമ്മൾ എന്ത് കൊടുത്താലും ഇത് കോടതി ആദ്യം ഇരിക്കണം, ജയിൽ റിപ്പോർട്ടാണ് ചോദിക്കുന്നത്. ജയിൽ റിപ്പോർട്ട് എന്തായിരിക്കും എന്ന് അറിയാലോ. അത് ഞാൻ പഠിച്ചു. ഞാനും അങ്ങനെ പഠിച്ചു. ഈ ലാസ്റ്റ് സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ ഈ ഉദ്യോഗസ്ഥരുടെ കൂടെ ആയി. അപ്പോഴാണ് സേഫ്. ജയിലിനകത്ത് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിരുന്നു? അടിയിട്ട് പിന്നെ അടിച്ച് നശിപ്പിച്ചിട്ട് തന്നെ. ഞാൻ അന്നാ പരാതി കൊടുത്തത് അതുകൊണ്ടാണ്. ലാസ്റ്റ് എനിക്കൊരു വിശ്വാസം ഉണ്ടാകും, എന്ത് നമ്മള് എന്ത് സത്യം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി. അത് അവിടെ തകർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ 4 പണിക്കാരൊക്കെയാണ്. 4 പണിക്കാരൊക്കെ അവരെ കൊണ്ട് നമ്മുടെ വീട്ടിൽ കംപ്ലൈന്റ് ചെയ്യിക്കും. അപ്പൊ എനിക്ക് റോഷി ചേട്ടനോട് ഒരു ഇതുമില്ല. അപ്പൊ എൻ്റെ അടുത്ത് ആ റോഷി ചേട്ടൻ്റെ കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ 3-4 പേരോട്
ഒരാവശ്യമില്ലാത്ത അവൻ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഭക്ഷണത്തേക്ക് ഞങ്ങൾ ചീത്ത പറയും അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം അവരിങ്ങനെ ചെയ്തിട്ട് ആ സാധനം എല്ലാവരോടും മേടിച്ച് കയ്യെഴുത്തും ഒപ്പും മേടിച്ചിട്ട് ആ സാധനം ഈ കോടതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവന്മാർ ഈ നമ്മുടെ വാറണ്ടിന്റെ കൂടെ ഇത് വച്ച് ഇത് ചെയ്ത് കൊടുക്കും. വന്നെ എന്നെ കൊണ്ടുപോകണം ഉദ്യോഗസ്ഥർ പോലും ഇത് തുറക്കാൻ പറ്റില്ല. കാരണം ഉദ്യോഗസ്ഥർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അറിയും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, അത് ഇത് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ബെഞ്ച് ക്ലർക്കിന്റെ കൈ കൊടുക്കുമ്പോൾ ബെഞ്ച് ക്ലർക്ക് സ്വാഭാവികമായിട്ട് അത് തുറക്കുമ്പോഴാണ് അറിയാം. അത് കഴിയുമ്പോഴാണ് ഇത് നമുക്ക് പോലും വായിക്കാൻ കിട്ടില്ല എന്താ സംഭവം എന്നുള്ളത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർ പറയണേ ഈ ജയിലിൽ നിന്ന് ഇവരൊക്കെ ഇറങ്ങി പോകുമ്പോഴോ അപ്പോഴാണ് ചേട്ടാ എനിക്കിങ്ങനെ ഒരു പറ്റു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ സാർമാർ ചെയ്യിപ്പിച്ചേട്ടുണ്ടാകണം കേട്ടോ എന്നൊക്കെ പറയും. എന്റെ അടുത്ത് പലരും പറയാം. അപ്പൊ ഞാൻ പറയും ഇല്ല, ഏത് സംശയിച്ചില്ല. പക്ഷെ നേരിട്ട് ഈ നമ്മൾ ഈ വന്ന വഴികൾ ഇങ്ങനെ ഒരു പണി വന്നു കഴിഞ്ഞപ്പോ നമുക്ക് അത് ആലോചിച്ച് അന്ന് നമ്മൾ ഇത് ഈ കത്തും പുറത്തു വന്നിട്ടില്ല, ഈ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം വന്നതിന് ശേഷമാണ് ഞാൻ ദിലീപിന് മനസ്സിലായി പണി വന്ന കൂട്ട് മനസ്സിലായി നമുക്ക് മനസ്സിലായോണ്ടാണ് ആ രീതിയിൽ അതിന് പിന്നെ പ്രശ്നമില്ല. ഇല്ല, അന്നാണെങ്കിൽ മറ്റേ ഒരാളും ചോദിക്കാനും പറയാനും ഇല്ലാത്ത സമയം, അതായത് ഈ കൊറോണ സമയം. റോഷിപാലും ശ്യാം ദേവരാജും വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിന്റെ ഓരോ ഭാഗങ്ങളായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ജയിലിൽ വെച്ച വധശ്രമമുണ്ടായി, ആ വധശ്രമത്തിന് പിന്നിൽ ആരാണെന്ന് ബോധ്യപ്പെട്ടു, അങ്ങനെയാണ് താൻ ദിലീപിന് കത്തയക്കുന്നത്. ആ കത്തിന് ശേഷം പിന്നീട് ആ ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഈ വധശ്രമം എന്ന് പറയുമ്പോൾ അവിടെ ജയിൽ പുള്ളികളിൽ നിന്നാണോ വധശ്രമം ഉണ്ടായത്? എന്താണ് ഇയാൾ വിശദീകരിക്കുന്നത്? സ്മൃതി, തൃശൂർ വിയ്യൂർ ജയിലിൽ വെച്ചാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നത് എന്ന് പൾസർ സുനി പറയുന്നു. അന്ന് ജയിലിൽ വെച്ച് തല്ലിച്ചതച്ചു എന്നാണ് പൾസർ സുനി. ഈ കാര്യം കോടതിയെ അറിയിച്ചിരുന്നു എന്ന് കൂടി പൾസർ സുനി പറയുന്നുണ്ട്. പക്ഷേ കോടതിയിൽ ജയിലിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളൊക്കെ തനിക്കെതിരായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ തുടർച്ചയായി ആക്രമിക്കപ്പെടുമ്പോൾ അതിന് പിന്നിൽ ആരാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് ദിലീപിന് കത്തയക്കുന്നത്. ആ കത്തൊരു വാണിംഗ് ആയിരുന്നു, ഒരു മുന്നറിയിപ്പ് ആയിരുന്നു ആ കത്ത്. ഒന്നാമത്തെ കത്ത് ദിലീപിലേക്ക് എത്തുന്നതോടെ പിന്നെ താൻ സുരക്ഷിതനായി ജയിലിനകത്ത് എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നടിയാക്രമിച്ച കേസിൽ കുറ്റകൃത്യം ചെയ്തയാളാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. ആ പ്രതിയെ ജയിലിനകത്ത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീട് ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയാണ്. അങ്ങനെ ഒരു ശ്രമം നടന്നു എന്നതിൻ്റെ തെളിവായി ഈ ജയിലിനകത്ത് പൾസർ സുനിക്ക് നേരെയുള്ള അക്രമത്തെ കാണേണ്ടി വരും. മാത്രവുമല്ല, കീഴടങ്ങുന്നതിന് മുമ്പ് തന്നെ പലരും പിന്തുടരുന്നതായി ഒരു സംശയവും പൾസർ സുനി പങ്കുവെക്കുന്നുണ്ട്. ഈ സാക്ഷിയാകേണ്ട, ഈ കേസിലെ പ്രതിയാകേണ്ട ആൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെട്ടാൽ പിന്നീട് കേസിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകും. അതാണ് ഒരുപക്ഷെ ഉദ്ദേശിച്ചത് എന്ന സൂചനകൾ കൂടിയുണ്ട് ഇക്കാര്യത്തിൽ. ഏതായാലും അപകടം സുനിക്ക് മനസ്സിലായി. അതോടെ സുനി അതിൻ്റെ റൂട്ട് മനസ്സിലാക്കി. ആ റൂട്ട് ഈ ഗൂഢാലോചനയുടെ പ്രധാനിയാണെന്ന് മനസ്സിലാക്കിയാണ് ദിലീപിന് കത്തെഴുതുന്നത് എന്ന് പൾസർ സുനി പറയുന്നു. അതിനുശേഷം പിന്നീട് അക്രമങ്ങൾ ജയിലിനകത്ത് താൻ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുകൂടിയാണ് പൾസർ സുനി പറയുന്നത്. അത് ഏറ്റവും പ്രധാനമാണ്. തുടക്കം മുതൽ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടന്നു എന്നതിൻ്റെ തെളിവായി നമുക്ക് ഇതിനെ കാണേണ്ടി വരും. സ്മൃതി.